കളക്ടർ ബ്രോയുടെ സസ്പെൻഷൻ ഒക്കെ പിൻവലിച്ചു. അതോടൊപ്പം അതെ, അതുപോലെ തന്നെ ബി അശോക് അദ്ദേഹത്തിന്റെ ഡോക്ടർ ബി അശോകിന്റെ കാർഷിക സർവകലാശാല BC ഒക്കെ ആയിരുന്നു അല്ലെ. പിന്നെ അദ്ദേഹത്തിന് റെലവെന്റ് അല്ലാത്ത കുറെ സ്ഥലങ്ങളിൽ ആവണങ്ങളിലേക്ക് മാറ്റി. അത് മനഃപൂർവ്വം മാറ്റിയതാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരു അഭിമുഖം ചെയ്തതിനായിരുന്നു. ഡോക്ടർ എസ് ജയതിലകിനെ വിമർശിച്ചതിനായിരുന്നു N പ്രശാന്ത് മൂളി എന്ന് പറഞ്ഞതിന്. അതെ, അത് പറഞ്ഞതിന്. ഇത് കരുതൽ സർക്കാരായിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല, നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തെ അവര് സസ്പെൻഡ് ചെയ്ത് നിർത്തിയത്. അതും കൂടിയുണ്ട്. അതെ, അപ്പൊ ഇപ്പൊ വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും കറകളഞ്ഞ എന്താ പറയാ, നമ്മൾ പറയും ശരിക്കും ഇങ്ങനെ ആയിരിക്കണം ഉദ്യോഗസ്ഥർ എന്ന് പറയേണ്ടുന്ന കൊടുക്കാൻ തോന്നുന്ന പോലത്തെ ഉദ്യോഗസ്ഥരാണ്. പക്ഷെ ഈ ഒരു നടപടി എന്ന് പറയുന്നത് തീർത്തും ഒരു മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നതിലൂടെ ഒരു കയ്യടി വാങ്ങൽ മാത്രമാണോ സതീശൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം നമുക്ക് തിരിച്ചെടുത്തേ മതിയാവുള്ളൂ. പ്രത്യേകിച്ചും ശ്രീ ഡോക്ടർ അശോകിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത് തന്നെ. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാൻ ആ സമയത്ത് പിണറായിയുടെ ഗവൺമെന്റിന് യാതൊരു അവകാശവുമില്ല. അവർ കരുതൽ മന്ത്രിസഭയാണ്. ആ സമയത്ത് അവർക്ക് എങ്ങനെ സസ്പെൻഡ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റും? അദ്ദേഹം ചെയ്ത തെറ്റാണ്, ഞാനൊരു ഏറാൻ മൂളിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായിക്ക് ആവശ്യം ഏറാൻ മൂളികളെയാണ്. ഞാൻ പരീക്ഷ പാസ്സായി അഖിലേന്ത്യാ തലത്തിൽ ഉന്നത വിജയം നേടി IAS ഓഫീസറായിട്ട് വന്നിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടി. അല്ലാണ്ട് SR എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞതാണ് ഇത്രയധികം അലോസരപ്പെടുത്തിയത്. ഇപ്പം ജയതിലകൻ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിക്ക് ഏറാൻ മൂളിയെ നിന്നേ പറ്റുള്ളൂ. അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ്. പക്ഷെ എല്ലാവരും തന്നെ പോലെ ആവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ രണ്ട് ഓഫീസേഴ്സും വളരെ ഡിലിജന്റ് ആയിട്ട് പ്രവർത്തിച്ചു. പ്രജിത, ഇതുപോലെ തന്നെ ഏറ്റവും മനസ്സിനെ അസ്വസ്ഥമാക്കിയ ഒരു കാര്യമാണ് ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യം. അദ്ദേഹം ഒരു യങ് എനർജറ്റിക് IAS ഓഫീസറായിട്ട് മൂന്നാറിലാണ് സബ് കളക്ടറായിട്ട് നിയമിതനായത്. ഓർക്കുന്നില്ലേ? എന്താണ് ആ ഹൈറ്റും, നമുക്ക് തന്നെ ഒന്ന് സാറിന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു തലയെടുപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആ സമയത്തായിരുന്നു VS അച്യുതാനന്ദന്റെ മൂന്നാർ കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹമാണ് എല്ലാത്തിനും ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞ പോലെ നിയമാനുസൃതമായിട്ട് ആരെന്ത് പ്രശ്നം പറയാൻ പറ്റില്ല. കുടിയൊഴിപ്പിക്കാൻ പറഞ്ഞ് കുടിയൊഴിപ്പിക്കാം, നിങ്ങൾക്ക് പട്ടയമുണ്ടോ, ഓക്കെ താമസിച്ചോളൂ, പട്ടയമില്ലേ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ ശബ്ദമായിട്ട് ഇന്ന് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അതേപോലെ ഒരു സ്റ്റെപ്പ് മുന്നോട്ടും വെച്ചില്ല, ഒരു സ്റ്റെപ്പ് പുറകോട്ടും വെച്ചില്ല. 100% കൃത്യതയോടും വ്യക്തതയോടുകൂടിയും ആരെയും ഹേർട്ട് ചെയ്യാണ്ട് നിയമമായിട്ട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അന്നേ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്തു. ആ സമയത്ത് CPI ആയിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഭൂമി ചുറ്റിയെടുത്തിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ CPM സെയിം തന്നെ. അതിനുശേഷം അദ്ദേഹം കടന്നു പോയിട്ടുള്ള ഏറ്റവും അധികം ഒരു IAS ഓഫീസറിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ശ്രീറാം വെങ്കിട്ടരാമൻ്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് കരിയർ ഗുരു എന്ന് പറഞ്ഞ് എത്രയോ കുട്ടികൾക്ക് ഒരു നേർവഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. 2 മാസം മുമ്പും കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആ കുടുംബം ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു വിഷമം അവർ കാണിക്കുന്നില്ല, പറയുന്നില്ല, ഒന്നുമില്ല. പക്ഷേ അവരിതിന് അർഹരല്ല. ഇതൊരു ടാർഗറ്റഡ് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയോട് അഭ്യർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനെ മനഃപൂർവ്വം കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഏത് കാറ് മുട്ടിയാലും കേസായിട്ട് വരുന്നത്. അദ്ദേഹം കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടില്ല എന്നൊക്കെ നിയമമുണ്ടല്ലോ. പല തരത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയില്ല, ഇവിടെ കൊണ്ടുപോകണമായിരുന്നു, ഇങ്ങനെ വരണമായിരുന്നു, എന്താണ് ഫൈൻഡിങ്സ് ഇങ്ങനെ വന്നായിരുന്നു, ഫൈൻഡിങ്സ് വളച്ചെടുത്തു, അതൊക്കെ കണ്ടുപിടിക്കാമല്ലോ. അതിന്റെ വിചാരണ ഓഗസ്റ്റ് 1 ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഞാൻ മാധ്യമ വിചാരണയാണ് ഇപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. മാധ്യമ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ കുടുംബജീവിതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറോ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ
വ്യക്തമായും നമ്മുടെ ഇന്ത്യൻ ന്യായ സംഹിതയിൽ പറയുന്ന പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടും, അല്ലെങ്കിൽ പരിരക്ഷ കിട്ടുകയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരിരക്ഷ കിട്ടിയില്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പരിരക്ഷ കിട്ടും. പക്ഷേ ഈ പറയുന്നത് ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യം പറയുമ്പോൾ 10 വർഷം 2019 ഈ കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം 7 വർഷം. അതെ, അതിനുശേഷം അദ്ദേഹത്തിനെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത സമയത്തും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ഈ സർക്കാർ വന്നതിന് ശേഷം കൃഷി വകുപ്പ് ഡയറക്ടറായ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടി സിദ്ദിഖിനൊപ്പം ഒരു പ്രസ് മീറ്റിന് ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇവർ പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷം ഇവരുടെയൊക്കെ നാവ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം കൂടി ഇല്ലേ? ഇല്ല, അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിയമിച്ചപ്പോൾ അവിടെയുള്ള കുറേ പേർ, അതായത് പ്രത്യേകിച്ചും ഒരു പാർട്ടിയിൽപ്പെട്ടവർ പറഞ്ഞു ഇദ്ദേഹത്തെ ഇവിടെ കളക്ടറായിട്ട് വയ്ക്കാൻ പറ്റുകയില്ല എന്ന് അവർ വാശി പിടിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെ കളക്ടർ സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ്, അതായത് പിണറായി സഖാവ് ഭരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സപ്ലൈകോയുടെ ഡയറക്ടറായിട്ട്, അതൊക്കെ വെറും ലാവണങ്ങളാണ്. കളക്ടർ എന്ന് പറയുന്നതാണ് ഒരു IAS ഓഫീസറുടെ ഡ്രീം പൊസിഷൻ. അത് എന്താണ്, ചീഫ് സെക്രട്ടറിക്കും മേലെ, അതുക്കും മേലെ എന്ന് പറയില്ലേ. കളക്ടറാണ് ശരിക്കും ദ ഫേസ് ഓഫ് ദ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ പറ്റുന്നത് കളക്ടറാണ്. കളക്ടറിന്റെ പദവി പവർ ഒന്നിനുമില്ല. അഡീഷണൽ സെക്രട്ടറി ആയിക്കോട്ടെ, ഡെപ്യൂട്ടി സെക്രട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ടി സിദ്ദിഖ് കൃഷി മന്ത്രിയോടൊപ്പം അദ്ദേഹം ഉണ്ട്. അതൊക്കെ ഒരു ചെറിയ ചെറിയ പൊസിഷൻസ് ആണ് കളക്ടറുടെ പദവി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിനെ മാറ്റുവാനുള്ള ഒരു ആർജവം ഒരു പാർട്ടി പറഞ്ഞിട്ട്, ഒരു പാർട്ടി ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞു, ഉടനെ അദ്ദേഹത്തെ മാറ്റുകയാണ്. ഇതൊക്കെ എന്ത് തരം ഭരണമാണ് അല്ലേ? ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു ഓഫീസറുടെ കരിയർ കളയാൻ പറ്റുമോ? അദ്ദേഹം തെറ്റുകാരനാണെന്ന് വിധി വരട്ടെ, അപ്പോൾ പൊതുജനം അവരോടൊപ്പം ഉണ്ടാകുമല്ലോ. ഇതിപ്പോ ഒരു മാധ്യമ വിചാരണയ്ക്ക് അദ്ദേഹത്തിനെ വിധേയനാക്കിയിട്ട് അവര് തീരുമാനിക്കുകയാണ് കുറ്റക്കാരനാണെന്ന് തീരുമാനിക്കാൻ മാധ്യമങ്ങൾക്ക് എന്താണ് അവകാശം? കേരളത്തിൽ മാത്രമേ ഇത്രമാത്രം മാധ്യമ വിചാരണ നടക്കുന്നുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് വ്യതിചരിച്ച് പോവാണെങ്കിൽ, ഇന്നലെ പാറ്റ പ്രശ്നം വന്നപ്പോൾ കേരളത്തിലെ മാപ്രകളായിരുന്നു 1000 പേരോളം കൂടിയതിൽ 500 കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരായിരുന്നു എന്നാണ് തമാശ രൂപേണ പലരും പറയുന്നത് കേട്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അമിതമായ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മാറുന്നുണ്ടോ എന്നും കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യം പറയുകയാണെങ്കിൽ, IAS എടുക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കാൻ കാരണം അദ്ദേഹം മെഡിക്കൽ ഡോക്ടറാണ് കേട്ടോ. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊരു വിശ്വാസത്തിലാണ് അദ്ദേഹം IASലേക്ക് വന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ, അതിലേക്ക് നമ്മൾ ഇറങ്ങേണ്ട, അത് കോടതി വിധി വരാനിരിക്കുന്ന കാരണമാണ്. ആ വിധി വരുന്നവരെ അദ്ദേഹത്തെ ഒന്ന് വെറുതെ വിടൂ എന്ന് നമുക്ക് ആശിക്കാം. IAS എടുക്കുന്ന ആൾക്കാർ വായ തുറക്കാൻ പാടില്ല, ഏറാൻ മൂളികളായിട്ട് നിൽക്കണം എന്ന് വിചാരിക്കുന്നതേ തെറ്റാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രീ ഗൗരിയമ്മ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് സീനിയർ IAS ഓഫീസേഴ്സ്, അവരുടെ റാങ്കൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാനിന്ന് പത്രപ്രവർത്തക മാതൃഭൂമിയിലാണ്, മാഡത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചുള്ളിലിരുത്തിയിട്ട് നിർത്തിക്കൊണ്ടിട്ട് പൊരിപ്പിക്കുകയാണ്. ഇവർ പറയുന്നതിൽ സത്യമുണ്ടോ ശരിയുണ്ടോ നിയമവിധേയമാണോ അല്ലയോ എന്നൊന്നും മാഡത്തിന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ IAS ഓഫീസറിന് നിയമം വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ റെക്കോർഡിൽ അത് ബാഡ് മാർക്കായിട്ട് വരും, അല്ലെങ്കിൽ അവർ പെൻഷനെ പ്രൊമോഷനെ അഫക്റ്റഡ് ആകും. അപ്പോൾ അവരൊന്ന് ഇരിക്കാൻ പോലും പറയാണ്ട് ഒരു വളരെ ചെറുപ്പമായിരുന്ന എൻ്റെ മുമ്പിൽ നിർത്തി പൊരിക്കുമ്പോൾ അവരൊന്നും പറയണ്ടേ, നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരുടെ ആ ദുരവസ്ഥ അതും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് വലിയ വലിയ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ IASലേക്ക് വരുന്നത്. 90% ആൾക്കാരും ജനങ്ങൾക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ തവണ കേരള ഹൗസിൽ താമസിക്കുമ്പോൾ IAS ഫൈനൽ ഇൻ്റർവ്യൂവിന് വന്ന കുട്ടികളായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. എന്തും മിടുക്കരാണ് പ്രജിത. അങ്ങനെയുള്ള കുട്ടികളുടെ ഭാവി കളയാണ്ടിരിക്കുവാൻ വേണ്ടിയിട്ട് IAS സീനിയർ ഓഫീസേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന പ്രവണത ഒന്ന് നിർത്തണം എന്നും കൂടെ നമുക്ക് അഭ്യർത്ഥിക്കാം. ഓക്കെ.